ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അട്ടപ്പാടി താവളം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുക എന്നതിനെ കുറിച്ചാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായം 10-11 തിരുലിഖിതങ്ങൾ. ഭൂമിയിലെ രാജാക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഭയത്തോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവമായ കർത്താവ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്യാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവജനം ഒരുമിച്ച് കൂടി വചനം കേൾക്കുമ്പോൾ അവിടെ യേശുവിന്റെ അത്ഭുത സാന്നിധ്യമുണ്ട്. അവിടെ യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം തന്റെ അത്ഭുതകരമായ ശക്തി വർഷിക്കും. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ജാൻസി, കുരിയച്ചിറയിൽ നിന്ന് വരുന്നു. ഡിസംബറിലെ കുരിയച്ചിറ നടന്ന അഭിഷേകാഗ്നി ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കടുത്ത തലവേദനയായിരുന്നു. 20 വർഷമായി ഞാൻ തലവേദന രോഗിയായിരുന്നു. മൈഗ്രെയിൻ ആയിരുന്നു എൻ്റെ തലവേദനയ്ക്ക് കാരണം. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 3 മണി വരെ എനിക്ക് വെയിൽ കൊള്ളാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ അവിടെ വന്ന് ധ്യാനം കൂടിയതിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ രാവിലെ 10 മണി മുതൽ 2 മണി വരെ വെയിൽ കൊണ്ടിട്ടുള്ള തയ്യൽ പഠിക്കാൻ പോകുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു തലവേദനയും ഇല്ല. ദൈവമേ, കഠിനമായ തലവേദന. അതിന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കഠിനമായ തലവേദന ഗുളിക കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ഒരാഴ്ചയിലെ 3 ദിവസമെങ്കിലും എനിക്ക് തലവേദനയ്ക്ക് മരുന്ന് കഴിക്കണം. എല്ലാ ആഴ്ചയിലും അല്ലേ? അതെ. ആഴ്ച 3 ദിവസം വെച്ച് ഗുളിക കഴിച്ചാലാണ് എങ്ങനെയെങ്കിലും തലയൊക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി എത്ര വർഷമായിട്ടുള്ള പ്രശ്നമാണ്? 20 വർഷമായിട്ട്. എൻ്റെ പിതാവേ, 20 വർഷം. അതാണ് ധ്യാനത്തിന്റെ അന്ന് ഞാൻ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ധ്യാനം കൂടി സമാധാനമായിട്ട് ഇരുന്ന് ധ്യാനം കൂടാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. കൺവെൻഷന് വരുമ്പം തന്നെ കരച്ചിലാണ്, ദൈവമേ എൻ്റെ മുടിഞ്ഞ തലവേദന, അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു സമാധാനത്തിരുന്ന് വചനം കേൾക്കാൻ പോലും പറ്റുമെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് അന്നത്തെ കുർബാനയ്ക്ക് ശേഷം അച്ഛൻ വിളിച്ചു പറഞ്ഞു, തലവേദനയുള്ള 7 മക്കൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതിൽ ഞാൻ വിശ്വസിച്ചു. ഒരാൾ ഞാൻ തന്നെയാണ്. അത് ഒരെണ്ണം അവിടെ ക്ലെയിം ചെയ്തെടുത്തു. കുറെ പേര് പൊങ്ങി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവര് പറഞ്ഞ അച്ഛൻ എന്താ വിളിച്ചു പറയുന്നത്, 7 പേരുടെ ഇത്രയും ആയിരങ്ങൾ കൂടിയിരിക്കുമ്പോൾ 7 പേരുടെ പോയെന്ന് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് അവര് വലിയ ചിന്തയുമായിട്ടിരുന്ന് അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ എളിയ ഈ മകള്, ചെറിയ ഈ മകള് എന്ത് ചെയ്തു? ദൈവമേ, എനിക്ക് തലവേദനയുണ്ട്, ആ 7 പേരിൽ ഒരാൾ ഞാനായിരിക്കണേ, എൻ്റെ ഈശോ എൻ്റെ വീട്ടിലേക്ക് വരണേന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലൊരു നിലവിളിയും. എന്തായി? എനിക്ക് സൗഖ്യം ലഭിച്ചു. ഞാൻ അടുത്ത അഭിഷേകാഗ്നി എവിടെയായിരുന്നു ഞാൻ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഇവിടെ ഇത്രയും അടുത്ത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ ഭാഗ്യാണ്. അട്ടപ്പാടിക്ക് വരേണ്ട ഒരു വിഷയമായിരുന്നു ഇത്. ഇവിടെ ലൂർദിൽ അത് ദൈവം ഒരുക്കി. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് മരുന്നൊന്നും കഴിക്കേണ്ട വന്നിട്ടില്ല. ഒന്നും വേണ്ട, സമാധാനം, സന്തോഷം. 20 വർഷമായുള്ള ഒരു ദുരിതമാണ് കർത്താവ് ഒരു ക്ഷണം കൊണ്ട് അങ്ങ് എടുത്തു മാറ്റിയത്. ദൈവഭക്തന്റെ ആഗ്രഹങ്ങൾ പൂവണിയാൻ ഒരു ക്ഷണം മാത്രം മതി. കുർബാന കഴിഞ്ഞ് എല്ലാവരും സ്തുതിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ്, ഇതാ 7 പേരുടെ തലവേദന വിട്ടുമാറിപ്പോയി. സഹോദരിയോട് വിശ്വസിച്ച് ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എന്നാ കൈകൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തിയെ, പാട്ടുന്നു നാഥാ നിൻ നാമത്തെ. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തിയെ, പാട്ടുന്നു നാഥാ നിൻ നാമത്തെ. എന്നെയാ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നേശുനാഥനല്ലോ, എന്നേശുനാഥനല്ലോ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇനി വരാനുണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ചു കൂട്ടുക. കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയാണ്. പ്രിയ സഹോദര, ഒരുപക്ഷെ ജീവിതയാത്രയിൽ എന്തെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലായിരിക്കാം. അതുമല്ലെങ്കിൽ ചില പ്രത്യേക അനുഭവങ്ങൾ നിമിത്തം ഇങ്ങനെയുള്ള ശുശ്രൂഷകളോട് വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. വിഷമിക്കരുത്. അതെല്ലാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിച്ചതാണ്. ഇത് കാണാനും ഈ സാഹചര്യത്തിൽ പങ്കാളിയാകാനും ഇപ്പോൾ ദൈവം അനുവദിച്ചത് ജീവിതത്തിലേക്ക് ഒരു രക്ഷ കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇതിനോട് സഹകരിക്കുക. അല്പനേരം യേശുവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ വേദനകളും സമർപ്പിക്കുക, എല്ലാ രോഗങ്ങളും സമർപ്പിക്കുക, എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കുക. ഈ പ്രാർത്ഥനയുടെ സമയത്ത് രോഗം ഉണ്ടെങ്കിൽ ആ മേഖലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് കൈകൾ വെച്ച് യേശുവേ നല്ല മാതിരി എന്നെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. തലവേദനയുള്ളവർ തലവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു സൗഖ്യമാണ്. നിങ്ങളിൽ പലർക്കും വണ്ടിക്കൂലി മുടക്കി അട്ടപ്പാടി വരാൻ പറ്റുന്നൊരു അന്തരീക്ഷമല്ല. എന്നാൽ ഇതാ ദൈവത്തിൻ്റെ കാരുണ്യ നിമിത്തം നിങ്ങളുടെ വീട്ടിലിരുന്ന് ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷ കാണാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാവരും ചേർന്ന് എഴുന്നേറ്റ് നിന്ന് അച്ഛൻ ഇവിടെ പറയണ മാതിരി എല്ലാവരും വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശുവേ, 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 ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ കാലങ്ങളായുള്ള എല്ലാ തിന്മകളും അന്ധകാരങ്ങളും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. കുട്ടികളും മുതിർന്നവരും സ്തുതിക്കുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സ്തുതിക്കുന്നു. യേശുവേ, ആരാധന, 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 ആരാധന. ഓ ദൈവമേ, അവിടുന്ന് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് ഈ ദൈവമക്കളെ ആശീർവദിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ഒരു അത്ഭുതം അവിടുന്ന് ചെയ്യണമേ. ഇവരുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം നൽകണമേ. അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. തടസ്സങ്ങളും ഉപദ്രവങ്ങളും വിട്ടുമാറി പോകട്ടെ. ഇവരിൽ ഒരു സൗഖ്യം നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് ധ്യാനിച്ച് ഒരു നിമിഷം നിൽക്കുക. യേശുവേ, അങ്ങയുടെ ശക്തി എന്റെ മനസ്സിലേക്ക് നിറയ്ക്കണമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇനി നമുക്ക് കസേരകളിലേക്ക് ഇരിക്കാം. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരവധി വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ പഠന മേഖലകളിൽ ഉയർന്നു കഴിയുമ്പോൾ, ജീവിതത്തിൽ പ്രായമായി നല്ല രീതിയിൽ ചിന്തിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ അവരെ സാത്താൻ വളരെ കൗശലപൂർവം സ്വാധീനിച്ച് അവരുടെ ചിന്തയിൽ നിന്ന് ദൈവത്തിലുള്ള വിശ്വാസം എടുത്തു കളയും. അവരോട് ഇങ്ങനെ സാത്താൻ പറയും, നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമോ? എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ മനസ്സൊന്ന് മാറ്റാൻ മാത്രമുള്ള ശക്തി നമുക്കില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട. നമുക്ക് നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ദൈവം തരണത് സ്വീകരിക്കാം. അങ്ങനെ ഒരു ചിന്ത ചില ആളുകളിൽ കൊടുത്ത് അവരുടെ വിശ്വാസം മങ്ങിപ്പോകാൻ ഇടവന്നിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്നൊരു വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും.
ഇത് യേശുവിന്റെ മനസ്സിൽ നിന്ന് യേശു ലോകത്തെ പഠിപ്പിച്ചതാണ്. ദൈവപുത്രനായ യേശു പറയുകയാണ്, നിങ്ങൾ ചോദിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അന്വേഷിക്കണം, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ മുട്ടിയാൽ നിങ്ങൾക്കായി ദൈവം തുറന്നു തരും. ഇത് പറഞ്ഞിരിക്കുകയാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, അനർത്ഥ കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരം അരുളും, നീ എന്നെ മഹത്വപ്പെടുത്തും. കർത്താവ് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കൃപ ചെയ്ത് നമുക്ക് നടത്തി തരും. ഇത് ഒരു കുട്ടിയുടെ അനുഭവം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എന്റെ പേര് ആൻസ്. ഞാൻ അലനല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. അലനല്ലൂരിൽ നിന്നാണ് ആൻസ് കുട്ടി വരണത്. ഞാൻ എന്റെ അങ്കിളിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എന്റെ അങ്കിളിന് ഹാർട്ടിന് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ EMS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു മഹാധമനിയില് 90% ബ്ലോക്ക് ഉണ്ട്, ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ ഞായറാഴ്ചയാണ് അവിടെ അഡ്മിറ്റ് ആക്കിയത്. പല കാരണങ്ങളാൽ ഓപ്പറേഷൻ നീണ്ടു പോയി. അങ്ങനെ ജൂലൈ 12-ാം തീയതി വെള്ളിയാഴ്ച ദിവസം ഞാൻ വീട്ടില് ഉച്ചയ്ക്ക് 11 മണിക്കുള്ള ടിവിയിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഒരു അമ്മച്ചിയുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് പോയത് എന്റെ ശ്രദ്ധയിൽ പെട്ടു. TV കൂടെ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞു. ഇത് ഈ കുട്ടി പറയണ മാതിരി അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം TV കൂടെ വന്ന് ആ ഹാർട്ട് ബ്ലോക്ക് മാറിയ കാര്യം അപ്പൊ ഈ കുട്ടിക്ക് വിശ്വാസമായി. അപ്പൊ അച്ഛൻ പറഞ്ഞു ആ രോഗിയുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്കിള് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് തലയിൽ കൈ വെക്കുന്ന പോലെ വിചാരിച്ച് ഞാൻ വിശ്വാസ ദൃഷ്ടി കൊണ്ട് അങ്ങോട്ട് കണ്ടു പ്രാർത്ഥിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഈശോ എന്തായാലും ഓപ്പറേഷൻ നടത്തില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അങ്കിള് ഇറങ്ങി വരും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പിറ്റേ ബുധനാഴ്ച ആശുപത്രിയിൽ ഓപ്പറേഷനുള്ള എല്ലാ ഒരുക്കങ്ങളും ഫീസ് വരെ അടച്ചു. ഇങ്ങനെ കെട്ടി മുടിയൊക്കെ പെട്ടി പല ചെയ്ത് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി 1 മണിക്കൂർ കഴിഞ്ഞ് അവരെ ആന്റീനെ വിളിച്ചിട്ട് പറഞ്ഞു മഹാധമനിയിലുള്ള ബ്ലോക്ക് പൂർണ്ണമായിട്ട് മാറി, കാണാനില്ല, ഇനി ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, പൂർണ്ണമായിട്ട് രോഗം എടുത്ത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയ്യും കാലിലും നീട്ടി അങ്ങനെ കിടത്തി അങ്ങനെ കൊണ്ടുപോയി വെച്ച് 1 മണിക്കൂർ തലങ്ങും വിലങ്ങും നോക്കിയിട്ട് മഹാധമനിയിലെ ബ്ലോക്ക് എല്ലാ ബ്ലോക്കും മാറ്റി തന്ന ഈശോയ്ക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ കുട്ടിയുടെ ഹൃദയം നിഷ്കളങ്കമായ ഹൃദയം. അതുകൊണ്ട് കുടുംബത്തിലൊരു പ്രശ്നം, അതുപോലൊരു കണ്ണുനീരാണ്. അതുകൊണ്ട് ആ കുട്ടി ദൈവത്തോട് നേരിട്ട് പറയാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവത്തോട് നേരിട്ട് പറഞ്ഞ് കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് ആ കുടുംബത്തിന് അന്തരീക്ഷം മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സെമിനാരി പ്രൊഫസറെ പരിചയപ്പെട്ടു. ബാംഗ്ലൂർ ദേശത്ത് വലിയ നിലയിൽ പഠിപ്പിക്കുന്ന വലിയൊരു പ്രൊഫസറാണ്. ആ പ്രൊഫസർ സെമിനാരി പ്രൊഫസറാണ്. ആ സെമിനാരി പ്രൊഫസർ എന്നോട് പറയുകയാണ്, എനിക്ക് ആദ്യകാലത്ത് ഈ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ദൈവം എന്തായാലും ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ മനസ്സ് മാറ്റാൻ പറ്റുമോ? ഗോഡ് ഈസ് അൺമൂവ്ഡ് മൂവർ. ദൈവം എന്ന് പറഞ്ഞൊരു ആദി പരാശക്തിയാണ്, അതിനൊന്നും അനക്കാൻ നമുക്ക് സാധിക്കില്ല. ഇങ്ങനത്തെ ഒരു ചിന്ത ചില പുസ്തകങ്ങളെല്ലാം വായിച്ച് ആ സെമിനറി പ്രൊഫസറുടെ ബുദ്ധിയിലേക്ക് കയറിയിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവവചനത്തിന്റെ ചില വെളിപ്പെടുത്തലുകൾ കിട്ടി. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എത്രമാത്രം പഠിച്ചാലും ശരി നിങ്ങളുടെ പഠിപ്പ് ഒന്നുമല്ല, എവിടെ എത്തുകയില്ല, ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. ഇത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതത്തിലാണ്. ആ വചനം നമുക്കൊന്ന് വായിക്കാം. മനുഷ്യന്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ, അവന് അത് എന്നും ഒരു പ്രഹേളികയായിരിക്കും. നോക്കുക, നമ്മൾ ദൈവത്തെക്കുറിച്ച് അങ്ങനെ അറിയാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഒരു സിമ്പിൾ വാക്കുകൾ അങ്ങനെ പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങ് അറ്റം വരെ എത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ, അത് അവന് എന്നും ഒരു പ്രഹേളികയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ചെല്ലാം അറിഞ്ഞു, ഇനി അതിനപ്പുറത്തൊന്നും അറിയാനില്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ എളിമപ്പെടണം. എന്നിട്ട് നമ്മുടെ പൂർവികരായ അനേക ജ്ഞാനികൾ, പ്രത്യേകിച്ച് സ്വർഗത്തിൽ നിന്നും വന്ന ദൈവപുത്രനായ യേശു നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കണം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമിയ പ്രവചനത്തിൽ കർത്താവ് ഒരു നിർദ്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ജെറമിയ പ്രവചനം 9-ാം അധ്യായം 23-ഉം 24-ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ കരുണയും നീതിയും ന്യായവും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ നിങ്ങൾ സന്തോഷിക്കുക. ഇതിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് എന്ന് വിശുദ്ധ ലിഖിതം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമൊന്നുമില്ല, അങ്ങനെയല്ല. നമുക്ക് ഇച്ചിരി അറിവ് വന്നു, ഇച്ചിരി ബുദ്ധി വന്നു, ഉടനെ പ്രാർത്ഥന നിർത്തണം, അങ്ങനെയല്ല ബൈബിൾ പറയണത്. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. ഒരുപക്ഷെ സമ്പത്തുണ്ടായിരിക്കാം, ഒരുപക്ഷെ വലിയ ജോലി ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ വലിയ സ്ഥാനത്തായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൊന്നും വലിപ്പം ഭാവിച്ച് ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം അകന്നു പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ദൈവത്തിന് മുമ്പിൽ ഹൃദയം എളിമപ്പെടുത്തണം. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ചത്. ഭൂമിയിലെ രാജാക്കന്മാരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഭയത്തോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോട് അവിടുത്തെ പാദം ചുംബിക്കുവിൻ. ദൈവത്തിനു മുമ്പിൽ ദൈവഭയത്തോടും വിറയലോടും കൂടെ നിലകൊള്ളണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദൈവം അത് കേൾക്കും, ദൈവം അത് ഇടപെടും. ഒരു വ്യക്തിയെ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഇതാ വേറൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് മേരി, ഞാൻ കല്ലുരുട്ടിയിൽ നിന്ന് വരുന്നു. എവിടുന്നാ? കല്ലുരുട്ടിയിൽ നിന്ന്. കല്ലുരുട്ടി, കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ്. പറയൂ പറയൂ. എന്റെ മോന്റെ സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മോന് സാക്ഷ്യം പുറത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. 5-8 മാസമായി. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ മോന് കുബൈത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മോന് 2-3 വർഷമായി മോനെ കാണാതായിട്ട്. മോനെ ഒരു വിവരവും ഇല്ല. മോൻ എവിടെയാണെന്ന് യാതൊരു തുമ്പും തുരാലും ഇല്ലാതായിട്ട് 3-4 വർഷമായി. എന്നിട്ട് സെഗിയോന് വന്ന് ആദ്യ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഇരുന്ന് അന്നേരം വട്ടായി അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥനയില് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മോന് പെട്ടെന്ന് ആഴ്ച തന്നെ മോന് ഒരാഴ്ചക്കുള്ളിൽ മോനെ തിരിച്ചു കിട്ടാൻ തക്ക അല്ലെ വിളിക്കുകയും ചെയ്തു. മോൻ പൈസയൊക്കെ അയക്കുകയും ചെയ്തു. മോൻ ഫോൺ ചെയ്തെന്ന് മാത്രമല്ല, ഈ 3-4 വർഷമായിട്ട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടെന്ന് അറിയാൻ തുമ്പും തുരാലില്ലാതെ ഈ ബഹിരാകാശ പേടകം ചിലത് കണക്ഷൻ വിട്ട് പോണ പോലെ പോയിരിക്കുകയായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മോന് ഈ അമ്മ വന്ന് ഹൃദയം നുറുങ്ങി അട്ടപ്പാടിയിൽ യേശുവേ എന്ന് വിളിച്ചൊരു, അപ്പൊ ചേച്ചി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തെ വിളിച്ചാൽ മതി, ദൈവം ഇറങ്ങി വരുമെന്ന്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം ഉണ്ടെന്ന് പറഞ്ഞപ്പം അമ്മച്ചി അത് വിശ്വസിച്ച്, എന്നിട്ട് ഹൃദയം തുടങ്ങി യേശുവേ ഒറ്റ വിളിയാണ്. ആ വിളിയിൽ ദൈവം അങ്ങോട്ട് ഉത്തരം കൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ 4 വർഷമായുള്ള കുഴഞ്ഞ വിഷയത്തിൽ ഉത്തരവുണ്ടായി. മോൻ വിളിച്ചു എന്ന് മാത്രമല്ല, തുരുതുരാന്ന് പിന്നാലെ ശമ്പളം അയക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മോന് മൂടപ്പെട്ട ബുദ്ധി മാറി ഒരു തെളിഞ്ഞ ബുദ്ധി കൊടുത്ത്. എന്തോ ഒരു മൂടൽ ബാധിച്ചിരിക്കുകയായിരുന്നോ, അതങ്ങോട്ട് മാറി തെളിഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വലിയവരാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ നമ്മൾ എളിമപ്പെടണം. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഒരു പ്രയാസം വരും പ്രാർത്ഥിക്കണം. മർക്കോസ് 11:24. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. 2 കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിച്ച് ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, യേശുവേ, പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ, യേശുവേ, ഈ കുടുംബങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ കർത്താവേ. ഇവരുടെ ദുഃഖങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. ഇവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കണമേ കർത്താവേ. ഇപ്പോൾ ഇവർ അനുഗ്രഹിക്കണമേ കർത്താവേ. ആരാധന, ആരാധന. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord.
തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവിനെ വിളിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. എത്രമാത്രം യേശു ഇടപെടാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തീഷ്ണതയോടെ യേശുവേ 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 എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 നീ മാത്രമേ സഹായം. യേശുവേ 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 മാത്രമേ സഹായം. യേശുവേ നീ മാത്രമേ സഹായം. യേശുവേ